ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാം. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റേണിറ്റി എന്ന് പറഞ്ഞ പാഠത്തെപ്പറ്റി ഒരു ഫുൾ വീഡിയോ, ചാപ്റ്റർ മാത്രം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു ഫുൾ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Remember Mikali, the 14-year-old boy who carries his newborn younger brother on his back in a sack. അപ്പം നിങ്ങൾക്ക് മിക്കാലി ഓർമ്മയില്ലേ? 14 വയസ്സുള്ള കുട്ടിയല്ലേ, അവൻ്റെ കുഞ്ഞനുജനെ അവൻ്റെ തോളിലേറ്റി ചുമന്നുകൊണ്ട് നടന്ന മിക്കാലി. Hope you remember his experiences from Anatolian camp. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അവന് അനറ്റോളിയൻ ക്യാമ്പിലുണ്ടായ അവൻ്റെ അനുഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? മിക്കാലി അനറ്റോളിയൻ ക്യാമ്പിലേക്ക് ഒരു പ്രതീക്ഷയോടെയാണ് എത്തിയത്. അവൻ്റെ കുഞ്ഞനുജന് അവിടെ ഒരു പാലൂട്ടുന്ന അമ്മയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ കുഞ്ഞനുജന് പാല് കിട്ടുമായിരിക്കും എന്ന് മനസ്സിൽ പ്രത്യാശയോടെ അവൻ അനറ്റോളിയൻ ക്യാമ്പിലേക്ക് എത്തുന്നു. അവൻ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള മറ്റ് അഭയാർത്ഥികൾ അവന് ചുറ്റും കൂടുന്നു. അവിടെയുള്ള സ്ത്രീകൾ അവനോട് ചോദിച്ചു അവൻ എന്താണ് വേണ്ടതെന്ന്. പക്ഷേ അവരോടൊന്നും സംസാരിക്കാതെ മിക്കാലി ഒരു ടെൻറ്റിന് നേരെ നടന്നു. ആ ടെൻറ്റിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. മിക്കാലി അപ്പോൾ പറഞ്ഞു, ഈ കുഞ്ഞിനോട് ദയ തോന്നണേ, ഹാവ് പിറ്റി ഓൺ ദിസ് ബോയ്. അപ്പം ആ മിക്കാലി ആ കുഞ്ഞിനെ കാണിച്ചപ്പോഴുള്ള മിക്കാലിയുടെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടോളൂ. Did he get support from the Anatolians? അപ്പം അനറ്റോളിയൻസിൽ നിന്ന് അവന് സഹായം ലഭിച്ചോ? No. ഇല്ല They അല്ലേ? chased him away only because of the strange shape of his younger brother. ആ അനറ്റോളിയൻസ് അവനെ ആട്ടിപ്പായിച്ചു. എന്തുകൊണ്ടാണ്? അവൻ്റെ അനുജൻ്റെ ആ വിചിത്രമായ രൂപം കണ്ടിട്ട് അല്ലേ? He ran away from the Anatolian camp and sat in the side of a shed. അവൻ ആ അനറ്റോളിയൻ ക്യാമ്പിൽ നിന്ന് ഓടി വന്ന് ഒരു ഷെഡിൻ്റെ സൈഡിലായിട്ട് വന്നിരുന്നു. Last class, I asked you to prepare the thoughts of Mikali. Have you written it? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിക്കാലിയുടെ തോട്ട്സ്, അവൻ അവിടെ ഷെഡിലിരുന്നപ്പോഴുള്ള അവൻ്റെ എന്തൊക്കെ ചിന്തകളായിരിക്കാം അവനെ അലട്ടിയിരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നിങ്ങളത് എഴുതിയോ? I'm sure you have written it. Very good, my dear children. What thoughts ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. might have come in the mind of Mikali? Did you include these ideas? അപ്പം എന്തൊക്കെ ചിന്തകളായിരിക്കും വന്നത്? നിങ്ങൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് നോക്കിക്കേ. തോട്ട്സ് ഓഫ് മിക്കാലി. ഇഫ് മൈ പേരൻസ് വെയർ അലൈവ്, എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്നു. നൗ വാട്ട് ഷുഡ് ഐ ഡു, ഇനി ഞാൻ എന്ത് ചെയ്യാനാ? വാട്ട് ആൻ അൺലക്കി ബ്രദർ ഐ ഹാവ് ഗോട്ട്, എന്ത് നിർഭാഗ്യവാനായ ഒരു അനിയനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വാട്ട് മിസ്റ്റേക്ക് ഡിഡ് മൈ യങ്ങർ ബ്രദർ മേക്ക്, എൻ്റെ അനുജൻ എന്ത് തെറ്റാണ് ചെയ്തത്. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ ടു മീ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത് സംഭവിക്കുന്നത്. വൈ ഡിഡ് ദോസ് അനറ്റോളിയൻസ് ചേസ് മീ, എന്തുകൊണ്ടാണ് ആ അനറ്റോളിയൻസ് എന്നെ ആട്ടിപ്പായിച്ചത്. The first thought of Mikali might be, if my parents were alive. അപ്പം മിക്കാലിയുടെ ആദ്യത്തെ ചിന്ത തന്നെ ഇങ്ങനെയായിരിക്കും, എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ എന്നായിരിക്കും.
What would happen if his parents were alive? He wouldn't be an orphan. അപ്പം മിക്കാലിയുടെ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ അനാഥനായിരിക്കുകയില്ല അല്ലേ? അവൻ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കും. His life would be changed totally. അവൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞിരിക്കും. So that might be his first thought. അതായിരിക്കും അവൻ്റെ ആദ്യത്തെ ചിന്ത. എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഐ മൈറ്റ് നോട്ട് ബി ആൻ ഓർഫൻ. ഞാനൊരു അനാഥനാവുകയില്ലായിരുന്നു. മൈ ബ്രദർ വുഡ് നോട്ട് ഹാവ് ടു സഫർ. എൻ്റെ അനുജൻ ഇതുപോലെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. മൈ ലൈഫ് മൈറ്റ് ബി ബെറ്റർ. എൻ്റെ ജീവിതം കുറച്ചുകൂടി നല്ലതായിരുന്നേനെ. Then he might thought that what wrong did my younger brother do? Why did those Anatolians chase me away? What? പിന്നെ അവൻ എന്താണ് ചിന്തിച്ചത്? എന്ത് കുറ്റമാണ് എൻ്റെ കുഞ്ഞനുജൻ ചെയ്തത്? എന്തുകൊണ്ടാണ് ആ അനറ്റോളിയൻസ് എന്നെ ആട്ടിപ്പായിച്ചത്? Should I do now? ഞാൻ ഇനി എന്ത് ചെയ്യണം? And you can see many other hints here. You may include these ideas also in the thoughts that you have written if it is not there. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ഹിൻസ് കാണാം. അപ്പോൾ നിങ്ങൾ എഴുതിയ നോട്ടിൽ ഇതൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഈ പോയിൻറ്റ്സും കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. My dear children, all of you please open your textbook at page number 46. When he raised his... അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 46 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുക, വായിക്കാം. അപ്പം head, a man stood before him, gazing down upon him. Mikhali recognized... സോ മിഖാലി വെൻ ഹി റേസ്ഡ് ഹിസ് ഹെഡ്. അപ്പം മിഖാലി ആ ടെൻറ്റിൽ പോയി ഇരുന്നു എന്ന് പറഞ്ഞല്ലേ. അവിടെ ഇരുന്നപ്പോൾ ഒരാൾ അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ അവന് തോന്നി. അപ്പോൾ അവൻ്റെ തല ഉയർത്തി നോക്കിയപ്പോൾ അവനെ നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യനെ അവൻ കണ്ടു. മിഖാലി റെക്കഗ്നൈസ്ഡ് ദ ചൈനാമാൻ ഹൂ ഓഫൺ കെയിം ടു ദ ക്യാമ്പ് ടു സെൽ ദ പേപ്പർ നിക്നാക്സ്. അപ്പം മിഖാലിക്ക് അവനെ നോക്കി നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചു. കാരണം അത് അവരുടെ ക്യാമ്പിൽ, അവൻ അർമേനിയൻ ക്യാമ്പിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ നിക്നാക്സ്, പേപ്പർ കൊണ്ടുള്ള ഒരു അലങ്കാര വസ്തുവാണ് നിക്നാക്സ്. ഈ അലങ്കാര വസ്തുക്കളൊക്കെ വിൽക്കാനായിട്ട് അവരുടെ ക്യാമ്പിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചൈനാമാൻ ഉണ്ടായിരുന്നു. അയാളായിരുന്നു മിഖാലിയുടെ അടുത്ത് അവിടെ വന്നു നിന്നത്. അതുകൊണ്ട് മിഖാലി അയാളെ തിരിച്ചറിഞ്ഞു. ആൻഡ് ചാംസ് വിച്ച് നോ വൺ എവർ ബോട്ട് ഫ്രം ഹിം എനിവേ. അയാളതൊക്കെ വിൽക്കാൻ ആ ക്യാമ്പിലേക്ക് കൊണ്ടുവരുമെങ്കിലും ആരും ഒരിക്കലും അത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നില്ല. ഓഫൺ ദേ മോക്ക്ഡ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് കളർ ആൻഡ് ഹിസ് സ്ക്വിൻ ഐസ്. അതുപോലെ തന്നെ ഇയാൾ കയ്യിൽ നിന്ന് വാങ്ങിയില്ലെന്ന് മാത്രമല്ല, ആ ക്യാമ്പിലുള്ള ആളുകൾ അയാളെ കളിയാക്കിയിരുന്നു. അയാളുടെ കളറിനെ കളിയാക്കി. അയാളുടെ കണ്ണ്, ചൈനക്കാരുടെ കണ്ണല്ലേ, അത് സ്ക്വിൻ ഐസ് പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കണ്ണുകളെയും എല്ലാം അവർ കളിയാക്കിയിരുന്നു. മിഖാലി സോ ദാറ്റ് ഹി വാസ് ലുക്കിംഗ് ജെൻറ്റ്ലി ഡൗൺ അറ്റ് ഹിം ആൻഡ് മൂവിങ് ഹിസ് ലിപ്സ് ആസ് തോട്ട് ടു സ്പീക്ക്. അപ്പോൾ മിഖാലി കണ്ടു അയാൾ മിഖാലിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. മിഖാലിയോട് എന്തോ സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഫൈനലി ദ ചൈനാമാൻ സെഡ്, അവസാനം ചൈനാമാൻ തന്നെ പറഞ്ഞു, യു മസ്റ്റൻ ക്രൈ ബോയ്, നീ കരയരുത് മോനെ എന്ന് പറഞ്ഞു. ടിമിഡ്ലി കം വിത്ത് മീ. പിന്നീട് അദ്ദേഹം പതുക്കെ പറഞ്ഞു, എൻ്റെ കൂടെ വരാൻ. മിഖാലിസ് ഓൺലി ആൻസർ വാസ് ടു ഷേക്ക് ഹിസ് ഹെഡ് നെഗറ്റീവ്ലി. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴേ മിഖാലി എന്താണ്, വരുന്നില്ല എന്നുള്ള രീതിയിൽ അവൻ്റെ തലയാട്ടി. ഹി ലോങ് ടു ഫ്ലീ. അവന് പോകാൻ മടിയുണ്ടായിരുന്നു. ഹി ഹാഡ് ഹേർഡ് സോ മെനി ഹൊറേഴ്സ് അബൌട്ട് ദ ക്രൂവൽറ്റി ഓഫ് ദ ഓറിയൻ്റൽസ്. അവന് എന്താണ്, ഇങ്ങനെ ചൈനക്കാരെന്നൊക്കെ പറയുമ്പോൾ ഈസ്റ്റ് ഏഷ്യൻ ആളുകളിലാണ്. ഓറിയൻ്റൽസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഏഷ്യൻ ആളുകളെ പറയുന്നതാണ്. ഈ ഈസ്റ്റ് ഏഷ്യൻ ആളുകളെ പറ്റി ഒരുപാട് ക്രൂര കഥകൾ, അവർ ഒരുപാട് കുട്ടികളോടൊക്കെ ഓരോ ക്രൂരത ചെയ്യുന്നവരാണ്. ആ കഥകളൊക്കെ കേട്ടിട്ട് മിഖാലിക്ക് പോകാൻ പേടിയായിരുന്നു. യെറ്റ് ദ മാൻ റിമെയിൻഡ് ദെയർ ആൻഡ് ഡിഡിൻ ബഡ്ജ്. പക്ഷേ അവനെപ്പോൾ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ തന്നെ നിന്നു. സോ ബീയിങ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ് മിഖാലി ഫോളോഡ് ഹിം. അവനെന്ന് വെച്ചാൽ ആകെ വലിയ പ്രശ്നത്തിലാണ്, അവനിനി ഒരു വഴിയില്ല. അപ്പം മിഖാലി എന്ത് ചെയ്തു, അയാളുടെ ഒപ്പം പോകാൻ തുടങ്ങി. വാട്ട് മോർ ഓഫുൾ തിങ് കുഡ് ഹാപ്പൻ ടു ഹിം.
as they walked along the stumbled weakly and almost fell with the child. ഓക്കെ, ഇതിൽ കൂടുതൽ അവനിനി എന്ത് സംഭവിക്കാൻ, അവനാകെ ഏറ്റവും വലിയ ദുരന്താവസ്ഥയിലാണ് ഇരിക്കുന്നത്. അവനിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവൻ ചരിഞ്ഞ് വീഴാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ ഒപ്പം. ദ ചൈനാമാൻ കെയിം ടു ഹിം ആൻഡ് ടേക്കിംഗ് ദ ബേബി ഇൻ ഹിസ് ആംസ് ടെൻഡർലി പ്രസ്ഡ് ഇറ്റ് ടു ഹിം. അപ്പോൾ ചൈനാമാൻ ഓടി വന്ന് ആ കുഞ്ഞിനെ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഹൂ ഷോഡ് കൈൻഡ്നസ് ടു മിക്കാലി? മിക്കാലിയോട് ആരാണ് ദയവ് കാണിച്ചത്? വൈ ഡിഡ് ചിൽഡ്രൻ ലാഫ് അറ്റ് ദ ചൈനാമാൻ? ചൈനാമാനോട് എന്തിനാണ് അവിടെയുള്ള ആളുകൾ കളിയാക്കി ചിരിച്ചത്? വാട്ട് ഡിഡ് മിക്കാലി ഡു വെൻ ദ ചൈനാമാൻ ആസ്ക്ഡ് ഹിം ടു ഗോ വിത്ത് ഹിം? അപ്പം മിക്കാലി, ചൈനാമാൻ തൻ്റെ ഒപ്പം വരാൻ മിക്കാലിയോട് പറഞ്ഞപ്പോൾ എന്താണ് മിക്കാലി ചെയ്തത്? When Mikhaili raised his head, he saw a Chinaman standing very near to him. അപ്പം മിക്കാലി അവൻ ആ ഷെഡിൻ്റെ അവിടെ പോയിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം മിക്കാലി അവൻ്റെ തല ഉയർത്തി നോക്കിയപ്പോൾ അവനൊരു ചൈനക്കാരൻ അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടു. He had seen this Chinaman earlier in the Armenian camp when he came to sell knickknacks. അപ്പോൾ ഇവൻ ഈ ചൈനാമാനെ നേരത്തെ കണ്ടിട്ടുണ്ട്. അവൻ അർമേനിയൻ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ അവിടെ അയാൾ നിക്നാക്സ് വിൽക്കാൻ വന്നിട്ടുണ്ട്. Have you heard the word knickknack? അപ്പം നിക്നാക്സ് എന്ന് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? Knickknack means small decorative objects. അപ്പോൾ ചെറിയ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, കളിപ്പാട്ടമാണ്, പേപ്പറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് നിക്നാക്സ്. അപ്പോൾ ഇത് വിൽക്കാനായിട്ടാണ് ചൈനാമാൻ അവരുടെ ക്യാമ്പുകളിലേക്ക് ചെന്നിരുന്നത്. പക്ഷെ അതൊന്നും ആരും അവിടുന്ന് വാങ്ങിയിരുന്നില്ല. Here, the Chinaman asked the boy not to cry. He consoled ഇതുപോലെ ആ ചൈനാമാൻ വന്നിട്ട് മിക്കാലിയോട് പറഞ്ഞു കരയരുതെന്ന്. him, and later he asked him to follow him. മിക്കാലിയെ ആ ചൈനാമാൻ സമാധാനിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒപ്പം വരാൻ പറഞ്ഞു. Mikhaili rejected his words and hesitated to go with him. മിക്കാലി പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചില്ല. അയാളുടെ കൂടെ പോകാനായിട്ട് അവൻ മടി പിടിച്ചിരുന്നു. Because Mikhaili had heard about the cruelties of the Orientals. Have you heard the word Orientals? അപ്പോൾ ഓറിയൻ്റൽസിൻ്റെ ദുഷ്ടതകളെ പറ്റി മിക്കാലി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓറിയൻ്റൽസ് എന്നുള്ള വേർഡ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? Orientals are the people from East Asian countries. ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള മനുഷ്യരെയാണ് ഓറിയൻ്റൽസ് എന്ന് പറയുന്നത്, പൗരസ്ത്യർ. അപ്പോൾ ഈ ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയിലുള്ളവരുടെ ക്രൂരതയെപ്പറ്റി മിക്കാലി നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിക്കാലി ചൈനക്കാരുടെ ഒപ്പം പോകാൻ മടിച്ചത്. Mikhaili had heard about the cruelties of Orientals. That is why he hesitated to go with the Chinaman. But later he decided to follow him because അപ്പം മിക്കാലി അയാളുടെ ഒപ്പം പോകണ്ട എന്ന് തീരുമാനിച്ചത് ഈ ഈസ്റ്റ് ഏഷ്യൻ ആളുകളുടെ, ഓറിയൻ്റൽസിൻ്റെ ക്രൂരതകളെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം he did not have any other option in front of him. പക്ഷെ അവൻ പിന്നീട് പോകും. കാരണം അവൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയുമില്ല, ഈ ഒരു വഴിയേ ഉള്ളൂ. So he stood and followed the Chinaman. അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് ആ ചൈനാമാന് പിന്നാലെ പോകും. While Mikhaili was about to fall down, the Chinaman took the baby in his arms. Here we have അപ്പം മിക്കാലി വീഴാൻ തുടങ്ങിയപ്പോൾ ചൈനാമാൻ വന്നിട്ട് ആ കുഞ്ഞിനെ അയാളുടെ കയ്യിൽ എടുത്തു വെച്ചു. another question, the 14th one. In what way is the Chinaman different from the refugees? ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചൈനാമാൻ എങ്ങനെയാണ് അഭയാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനാകുന്നത്? എങ്ങനെയായിരുന്നു? Can you give the answer? Any probable answer? Yes, the Chinaman was compassionate enough and he could console Mikhaili. അപ്പം എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ തോന്നുന്നുണ്ടോ? ചൈനക്കാരൻ എന്താണ് മറ്റുള്ള അഭയാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ വളരെ ദയവുള്ളവനായിരുന്നു അല്ലേ.
അതുപോലെ കൺസോൾ, മിക്കാലിയെ സമാധാനിപ്പിക്കാൻ, ഇതുപോലെ വിഷമിച്ചിരിക്കുന്ന മിക്കാലിയെ സമാധാനിപ്പിക്കാനും ശ്രമിച്ചു. അദ്ദേഹത്തിന് മിക്കാലിയോട് ദയവും സ്നേഹവും തോന്നിയിരുന്നു. Okay, very good, my dear children. He was compassionate and he could console Mikhali. അപ്പം ചൈനാമാന് മിക്കാലിയോട് ഒരു അനുകമ്പയും തോന്നി, അതുപോലെ തന്നെ മിക്കാലിയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. Is the meaning of the word compassion? അപ്പോൾ കമ്പാഷൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണ്? അനുകമ്പ അല്ലേ? Compassion is sympathetic concern towards the sufferings of others. മറ്റുള്ളവരുടെ വിഷമത്തിനോടുള്ള ആ ഒരു ദയവോടുകൂടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. അതിനെയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്, അതായത് അനുകമ്പ. സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പ. Let's go through the next paragraphs. Empty lots and then the man. നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം. ദേ ക്രോസ് സെവറൽ എംപ്റ്റി ലോട്ട്സ്. അവർ പല വിജനമായ വഴികൾ കടന്നു വന്നു. And took a little lane that led them to a sort of wooden cabin surrounded by a. അവർ ആണെങ്കിൽ പോയ വഴി എന്താണ്? ഒരു വുഡൻ ക്യാബിനിലേക്കായിരുന്നു നയിച്ചിരുന്നത്. ആ വുഡൻ ക്യാബിനിൽ പോലെ തോന്നുന്ന ഒരു സ്ഥലത്തേക്ക്. അവിടെ ചെറിയൊരു ഗാർഡൻ, ആ ക്യാബിനെ ചുറ്റിപ്പറ്റി ചെറിയ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. Very small garden. He stopped before the door and clapped his hands twice. അയാൾ ചൈനക്കാരൻ ആ വീടിന് മുമ്പിൽ എത്തിയിട്ട് അവിടുത്തെ വാതിലിന് മുമ്പിൽ എത്തി നിന്നു. എന്നിട്ട് 2 വട്ടം കൈ കൂട്ടി അടിച്ചു. A few light steps inside and a tiny person came to open the door. അപ്പോൾ ഇങ്ങനെ കൈ കൊട്ടിയപ്പോൾ കതക് തുറക്കാനായിട്ടൊരു ചെറിയ മനുഷ്യൻ പുറത്തേക്ക് വന്നു. Seeing the men, her face reddened and then a happy smile lit it up. അപ്പോൾ ഈ ചൈനക്കാരനെ കണ്ടപ്പോൾ കതക് തുറക്കാൻ വന്ന സ്ത്രീ എന്താണ്, വളരെ മുഖമൊക്കെ ചുമന്നു. എന്നിട്ട് ഒരു സന്തോഷം കൊണ്ട് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. She made a brief courtesy to them. അവരെ ഒന്ന് എന്താണ് എന്താ പറയുക, ഒരാളെ കാണുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യില്ലേ, അതുപോലെ അവരൊന്ന് ഗ്രീറ്റ് ചെയ്തു. As Mikhali remained there, hesitatingly rooted to the threshold, the Chinaman said to him, "Come in, then. Do not be afraid. This is my wife." അപ്പം മിഖാലി അവിടെ തന്നെ നിന്നു. അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് അവനൊരു മടിയുണ്ടായിരുന്നു. അപ്പോൾ ചൈനക്കാരൻ എന്ത് പറഞ്ഞു? ഇങ്ങ് കയറി വരൂ, കമീൻ, ദെൻ ഡോണ്ട് ബി അഫ്രൈഡ്, പേടിക്കേണ്ട ആവശ്യമില്ല, ഇതെൻ്റെ ഭാര്യയാണ്. Mikhali went into the room, rather large it seemed, separated in the middle by a colored paper screen. മിഖാലി അപ്പോൾ ഒരു മുറിക്കുള്ളിലേക്ക് ചെന്നു. അത് കണ്ടാൽ വളരെ വലുതുപോലെ തോന്നുമെങ്കിലും അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കളർ പേപ്പർ സ്ക്രീനുകൾ വെച്ചിട്ട്. It was all so clean and neat, though very poor looking. അവിടെല്ലാം നല്ല വൃത്തിയും വെടുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ഒരു പാവപ്പെട്ടവൻ്റെ വീടെന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു. In the corner, he noticed a wicker cradle. അപ്പോൾ അവിടെ മൂലയ്ക്കായിട്ട് ഒരു തൊട്ടിൽ അവൻ ശ്രദ്ധിച്ചു. ഈ ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ആൻസർ കൊടുക്കാം. ചൈനാമാൻ എങ്ങോട്ടാണ് മിഖാലിയെ കൊണ്ടായത്? വാട്ട് ഡിഡ് മിഖാലി സീ ദെയർ? അവിടെ മിഖാലി എന്താണ് കണ്ടത്? ഹൗ ഡിഡ് മിഖാലി ഫീൽ വെൻ ഹി ഫോളോഡ് ദ ചൈനാമാൻ? ചൈനാമാനെ പിന്തുടർന്നപ്പോൾ മിഖാലിക്ക് എന്താണ് തോന്നിയത്? My dear children, what is wicker cradle? It's a kind of baby's cradle. അപ്പം വിക്കർ ക്രേഡിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു തരം തൊട്ടിലാണ്, ചൂരൽ തൊട്ടിലാണ്. You can see the image here. Mikhali followed the Chinaman and they reached in front of a sort of wooden cabin. There, the Chinaman clapped twice and his wife opened the door with a smile. ഒരു വുഡൻ ക്യാബിനിലേക്കാണ് പോയെന്ന് പറഞ്ഞു. അവിടെ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് ചൈനാമാൻ 2 വട്ടം കൈകൂട്ടി അടിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് കതക് തുറന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു കുഞ്ഞ്, അതായത് ആ ഭാര്യ കതക് തുറന്നപ്പോൾ അവരുടെ കയ്യിലൊരു കുഞ്ഞ് കുട്ടി ഉണ്ടായിരുന്നു. Smile is considered as the best expression of personality.
ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും നല്ലൊരു എക്സ്പ്രഷനായിട്ടാണ് സ്മൈൽ, അതായത് പുഞ്ചിരിയെ കണക്കാക്കുന്നത്. Let me ask you two questions. From where does the smile come out? 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എവിടെ നിന്നാണ് ചിരി വരുന്നത്? Can you say? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? From where does the smile come out? Yeah, very good. It comes out from our minds. നമ്മളുടെ മനസ്സിൽ നിന്നാണല്ലേ? Another question. Through what does it come out? Can you say? അത് എന്തിലൂടെയാണ് പുറത്തു വരുന്നത്? ഇതിലെ കൂടിയാണ്, എവിടെ കൂടിയാണ് ഇത് പുറത്തേക്ക് വരുന്നത്? പുഞ്ചിരി. Try. No, my dear, it is not through our mouths. Yes, it comes out through our eyes. നമ്മളുടെ വായിലൂടെയല്ല, നമ്മുടെ കണ്ണുകളിലൂടെയാണ് നമ്മുടെ പുഞ്ചിരി പുറത്തേക്ക് വരുന്നത്. Smile should come out through our eyes. The Chinaman's wife പുഞ്ചിരി നമ്മുടെ കണ്ണുകളിലൂടെ വേണം വരാൻ. smiled and showed an action of courtesy. Courtesy is a behavior or action of politeness. അപ്പം എന്താ പറയുക, ചൈനമാൻ്റെ ഭാര്യ ചിരിച്ചു അവരെ കോർട്ടസിയുടെ, അതായത് ഒരു മര്യാദയുടെ രീതിയിൽ കാണിച്ചു. അപ്പം കോർട്ടസി എന്ന് പറഞ്ഞാൽ മര്യാദ എന്നാണ് അർത്ഥം. When Mikhaili hesitatingly stood near the threshold, the Chinaman insisted him to enter the house. അപ്പോൾ മിഖാലി എന്താണ്, വീടിനുള്ളിലേക്ക് കയറാൻ മടിച്ചു നിന്നപ്പോൾ ചൈനമാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കയറി വരാൻ പറഞ്ഞു, അല്ലേ? He found the house is very neat and tidy. In a corner, he noticed a wicker cradle also. അപ്പോൾ അവൻ കണ്ടു ആ വീട് എന്താണ്, വളരെ വൃത്തിയുള്ളതായിരുന്നു. അതുപോലെ ഒരു മൂലയ്ക്ക് ഒരു ചൂരൽ തൊട്ടിൽ കിടക്കുന്നതും കണ്ടു. Here there is a question. How did the Chinaman's wife behave? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ് ചൈനാമാൻ്റെ, അതായത് ചൈനാമാൻ്റെ ഭാര്യ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്തത്, പെരുമാറിയത്? Did you notice the behavior of Chinaman's wife? How did she behave? അപ്പോൾ ചൈനാമാൻ്റെ വൈഫിൻ്റെ ബിഹേവിയർ നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നോ? She smiled and showed an action of courtesy. She smiled and showed an action of courtesy. അവർ ചിരിച്ച് മര്യാദപൂർവ്വം അവർ ചിരിച്ച് കാണിച്ചു, അല്ലേ? Okay, my dear ones. Now I'm sure all of you are very happy because finally Mikhaili got a refuge. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷവാരാണെന്ന് തോന്നുന്നു. കാരണം മിഖാലിക്ക് അവസാനമായിട്ട് ഒരു സഹായം ലഭിച്ചിരിക്കുകയാണല്ലേ? ഫൈനലി മിഖാലി ഗോട്ട് എ റെഫ്യൂജ്, ഒരു അഭയം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ മിഖാലിക്ക്. ചൈനാമാൻ ആൻഡ് മിഖാലി ഹാഡ് എ കോൺവെർസേഷൻ ഓൺ ദ വേ ടു ദ ചൈനാമാൻസ് ഹൗസ്. അപ്പോൾ ചൈനക്കാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മിഖാലിയും ചൈനാമാനും കൂടി സംസാരിച്ചു. അപ്പോൾ ഈ കാർട്ടൂൺ കണ്ടിട്ട് ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. My dear boy, why are you crying? Don't worry. Come with me. Why can't ആദ്യം ചോദിച്ചു, മൈ ഡിയർ ബോയ് വൈ ആർ യു ക്രൈങ്, എൻ്റെ മോനെ നീ എന്തിനാണ് കരയുന്നത്, നീ വിഷമിക്കണ്ട, എൻ്റെ ഒപ്പം വരൂ എന്ന് പറഞ്ഞു. അതുപോലെ ചൈനമാൻ ചോദിക്കുന്നു, വൈ കാണ്ട് യു ഫൈൻഡ് എ ജോബ്, നിനക്ക് എന്തുകൊണ്ട് ഒരു ജോലി തേടിക്കൂടാ? you find a job? അപ്പോൾ മിഖാലി പറയുന്ന പോർഷൻ നിങ്ങൾ വേണം ഫില്ല് ചെയ്യാൻ. അപ്പോൾ എന്തായിരിക്കും പറയുന്നത്, എൻ്റെ കൂടെ ഒരു കുഞ്ഞിനെ കൊണ്ട് എപ്പോഴും ചുമന്ന് നടക്കുകയാണ് അല്ലേ, ഇപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് ജോലി ആരും തരുന്നുമില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നുമില്ല. Didn't any woman in your camp give it milk? അപ്പോൾ നിങ്ങളുടെ ക്യാമ്പിലുള്ള ആരും ഈ കുഞ്ഞിന് പാല് കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇല്ല എന്ന് മിഖാലി പറയുന്നു. അപ്പം ചൈനക്കാരൻ എന്തായിരിക്കും ചോദിക്കുന്നത്, അവിടെ എഴുതിയിട്ടില്ല, കോൺവെർസേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. I went to the Anatolian camp. ഞാൻ അനറ്റോളിയൻ ക്യാമ്പിലേക്ക് പോയിരുന്നു എന്ന്
മിക്കാലി പറയുന്നു. hoping that someone would give it breast milk. ആരെങ്കിലും അവന് മുലപ്പാല് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അനട്ടോളിയൻ ക്യാമ്പിൽ പോയി എന്ന് മിക്കാലി പറയുന്നു. But they also chased me പക്ഷെ അവിടെ ഉള്ളവരും എന്നെ ആട്ടിപ്പായിച്ചു. away. അപ്പോൾ ചൈനാമാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തെഴുതണം. My mother died immediately എൻ്റെ അമ്മ കുഞ്ഞിന് ജന്മം കൊടുത്ത ഉടനെ തന്നെ മരിക്കുകയുണ്ടായി. after the birth of my brother. What a pity. Let's go to my house. I'm sure my wife will എന്തവസ്ഥയാണ്. വരൂ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. എനിക്ക് ഉറപ്പാണ് എൻ്റെ ഭാര്യ എന്തെങ്കിലും ചെയ്യാതിരിക്കുകയില്ല. do something. അപ്പം ഈ കോൺവെർസേഷൻ നിങ്ങൾ സ്യൂട്ടബിളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. Shall we go to the next paragraphs? അടുത്ത പാരഗ്രാഫ് നോക്കാം. That's my baby, said the young woman, cocking her head graciously to one side and smiling at him. അപ്പം ആ ചൈനാമാൻ്റെ ഭാര്യ പറഞ്ഞു അതെൻ്റെ കുട്ടിയാണെന്ന്. ഒരു സൈഡിലേക്ക് നോക്കിയിട്ട് മിക്കാലിയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെൻ്റെ കുട്ടിയാണെന്ന്. ഹി ഈസ് വെരി ടൈനി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. അവൻ വളരെ ചെറുതും വളരെ സുന്ദരനുമാണ്. കം ആൻഡ് സീ, വരൂ നമുക്ക് കാണാം. മിക്കാലി വെൻ്റ് അപ്പ് ക്ലോസർ ആൻഡ് സൈലൻ്റ്ലി അഡ്മയർഡ് ഇറ്റ്. അപ്പം മിക്കാലി അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനെ നോക്കി. എ ചബ്ബി ബേബി ബട്ട് ലേറ്റ്ലി ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദ മെറ്റർണൽ ബോഡി സ്ലെപ്പ് പീസ്ഫുള്ളി. അതൊരു നല്ല ചബ്ബി ആയിട്ടുള്ള ഇച്ചിരി തടിച്ച ഒരു കുട്ടിയായിരുന്നു. അത് നല്ല സമാധാനമായി ഉറങ്ങുകയായിരുന്നു. അവൻ്റെ ശരീരമൊക്കെ ഗോൾഡ് ബ്രൊക്കേഡ് ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് കിങ്ങിനെ പോലെ, ഒരു ലിറ്റിൽ കിങ്ങിനെ പോലെ അവൻ്റെ ശരീരത്തൊക്കെ ഒരു ബ്രൊക്കേഡ് ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. Then the husband called his wife over. He told her to sit on a straw mat. അതിനുശേഷം ആ ചൈനക്കാരൻ അവളുടെ ചൈനക്കാരൻ ഭാര്യയോട് ഇവിടെ വന്ന് ആ സ്ട്രോ മാറ്റിൽ പുൽമെത്തയിൽ അല്ലെ പുൽക്കിടക്കയിൽ ഇരിക്കാൻ പറഞ്ഞു. വിത്തൗട്ട് എ വേർഡ് ഹീ സെറ്റ് ഡൗൺ ഓൺ ഹർ ലാപ്പ് ദ ലിറ്റിൽ ഫാമിഷ്ഡ് വൺ. എന്നിട്ട് ഒന്നും പറയാതെ അയാൾ ആ കുഞ്ഞ് വിശന്ന് വലഞ്ഞ ആ കുഞ്ഞിനെ അവരുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ദ വുമൺ ലീൻഡ് ഓവർ ദ വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ് ആൻഡ് ഡ്രൂ ബാക്ക് ദ കവറിങ്. അപ്പം ഒന്നും പറയാതെയാണ് ചൈനക്കാരൻ അവരുടെ മടിയിലേക്ക് ആ കുഞ്ഞിനെ വെച്ചു കൊടുത്തത്. അപ്പോൾ അവർക്ക് വളരെ ഞെട്ടലായിപ്പോയി. അസ്റ്റോണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞെട്ടലാണ്. ആൻഡ് ഡ്രൂ ബാക്ക് ദ കവറിങ്. അപ്പോൾ കുഞ്ഞിനെ ഒരു മൂടിയിരിക്കുകയാണ്. ആ കവറിങ് ഒന്ന് എടുത്തു മാറ്റി. ഇൻ വിച്ച് ദ ചൈൽഡ് വാസ് റാപ്ഡ്. ആ കുഞ്ഞിനെ പൊതിഞ്ഞു വെച്ചിരുന്ന മൂടി അവർ എടുത്തു മാറ്റി. ഇറ്റ് അപ്പിയർ ടു ഹെർ ഇൻ ഓൾ ഇറ്റ്സ് സ്കെൽട്ടനിക് ഹെറർ. അപ്പോൾ കുഞ്ഞിൻ്റെ ശാരീരിക രൂപം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, എല്ല് തള്ളി വളരെ തിന്നായിട്ട് മെലിഞ്ഞ് ചുരുങ്ങിയിരിക്കുകയാണ്. അത് കണ്ട് അവർ ഭയപ്പെട്ടു. ഷീ ഗേവ് എ ക്രൈ. അവർ അത് കണ്ട് കരഞ്ഞു. പക്ഷേ ആ കരഞ്ഞത് അവർക്ക് ആ കുട്ടിയുടെ ദുരന്ത അവസ്ഥ കണ്ടിട്ടുള്ള ആ കുട്ടിയോട് സഹതാപം തോന്നിയിട്ടുള്ള ഒരു കരച്ചിലായിരുന്നു. ഈ ക്രൈ ഓഫ് ഇമൻസ് പിറ്റി, സഹതാപം കൊണ്ടുള്ളൊരു കരച്ചിലായിരുന്നു. ദെൻ പ്രസ് ദ ബേബി ടു ഹർ ഹേർട്ട്. എന്നിട്ട് അവൾ ആ കുഞ്ഞിനെ അവരുടെ നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചു. ഗിവിങ് ഇറ്റ് ദ ബ്രസ്റ്റ്. ആ കുഞ്ഞിന് അവർ മുലപ്പാൽ കൊടുത്തു. ദെൻ വിത്ത് എ ജസ്റ്റർ ഓഫ് മോഡസ്റ്റി ഷീ ബ്രോട്ട് ഫോർവേഡ് എ ഫ്ലാപ്പ് ഓഫ് ഹർ റോബ് ഓവർ ദ മിൽക്ക് സോളൻ ബ്രസ്റ്റ് ആൻഡ് ദ പുവർ ഗ്ലൂട്ടനസ് ഇൻഫൻറ്റ് സക്ലിംഗ് ദെയർ. അപ്പോൾ ഒരു എളിമയുടെ ജസ്റ്ററോടുകൂടി ആ സ്ത്രീ ആ കുട്ടിയെ, കുട്ടിയുടെ രൂപം കണ്ട ആ കുട്ടിയുടെ രൂപം കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. ആ കുട്ടിയെ അവരുടെ നെഞ്ചോട് ചേർത്ത് ആ കുട്ടിക്ക് പാലൂട്ടാൻ തുടങ്ങി. അപ്പം ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാം. വാട്ട് ഡിഡ് മിക്കാലി നോട്ടീസ് അബൌട്ട് ചൈനാമാൻസ് ബേബി? ആ ചൈനാമാൻ്റെ ബേബിയെ പറ്റി എന്താണ് മിക്കാലി നോട്ടീസ് ചെയ്തത്? ഡു യു ലൈക്ക് ദ ചൈനാമാൻസ് വൈഫ്? നിങ്ങൾക്ക് ചൈനാമാൻ്റെ വൈഫിനെ ഇഷ്ടമായോ? വൈ? എന്തുകൊണ്ട്? The Chinaman's wife raised her face towards the cradle and showed her baby. അപ്പോൾ ചൈനാമാൻ്റെ വൈഫ്
അവരുടെ മുഖം ആ തൊട്ടിലിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് മിക്കാലിക്ക് തൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. Mikhaili found out a chubby baby in the cradle. അപ്പോൾ ആ തൊട്ടിലിനുള്ളിൽ ഒരു തടിച്ച ഒരു ചബ്ബിയായിട്ടുള്ളൊരു ബേബിയെ മിക്കാലി കണ്ടു. Chubby means slightly fat and attractive. അപ്പോൾ സ്ലൈറ്റ്ലി ഫാറ്റ്, തടിച്ച നല്ല ആകർഷണീയമായിട്ടുള്ള എന്നുള്ളതാണ് ചബി എന്നുള്ള അർത്ഥം. തടിച്ചു കൊഴുത്ത എന്നുള്ള അർത്ഥമാണ് വരുന്നത് ചബിക്ക്. The Chinaman asked his wife to sit and he kept the child on her lap. അപ്പോൾ ചൈനാമാൻ ഭാര്യയോട് വന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഒന്നും പറയാതെ ആ കുഞ്ഞിനെ അവരുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. Without asking a word, she just removed the cover of the infant. അപ്പോൾ അവരും ഒന്നും ചോദിച്ചില്ല. അവർ ആ കുഞ്ഞിനെ മൂടിയിരുന്ന കവർ ഒന്ന് റിമൂവ് ചെയ്തു. When she removed the cover, she made a cry of immense pity. അപ്പോൾ അവർ കവർ റിമൂവ് ചെയ്തപ്പോൾ അവർ കരഞ്ഞു. സഹതാപം കൊണ്ട് അവർ കരയുകയുണ്ടായി. She pressed the babe to her heart and started to give it breast milk. എന്നിട്ട് അവർ ആ കുഞ്ഞിനെ അവരുടെ നെഞ്ചോട് ചേർത്തിട്ട് ആ കുഞ്ഞിന് പാലൂട്ടാൻ തുടങ്ങി. Here we can find out the answer of 16th question. The question is, നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇവിടെ കണ്ടെത്താനാകും. ക്വസ്റ്റ്യൻ ഇതാണ്: what did the Chinaman's wife do when she saw the famished infant? അപ്പം വിശന്ന് അവശനായ കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ ചൈനാമാൻ്റെ ഭാര്യ എന്താണ് ചെയ്തത്? What did she do? അവരെന്താണ് ചെയ്തത്? Though she made a cry of pity, suddenly she pressed the child to her heart and gave it breast milk. അവർ ആദ്യമേ കരഞ്ഞു അല്ലേ? സഹതാപം കൊണ്ട് ആ കുഞ്ഞിനെ കണ്ട് ആ കുഞ്ഞിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് സഹതാപം തോന്നി കരയുകയും എന്നിട്ട് അതിനുശേഷം ആ കുഞ്ഞിനെ അവരുടെ നെഞ്ചോടെ ചേർത്തു. എന്നിട്ട് ആ കുഞ്ഞിന് അവരുടെ മുലപ്പാൽ കൊടുത്തു. Here the Chinaman's wife shows the real maternity. അപ്പോൾ ഇവിടെ ഈ ചൈനാമാൻ്റെ ഭാര്യയാണ് യഥാർത്ഥ മാതൃത്വം കാണിക്കുന്നത്. The story says that there is no boundary for love and sympathy. Love crosses borders and barriers. അപ്പം എന്താണ് ഇവിടെ ഈ കഥ പറയുന്നത്? സ്നേഹത്തിന് ഒരു അതിർവരമ്പുകളും ഇല്ല എന്നാണ് പറയുന്നത്. So, my dear children, we cannot say from whom we will get love and care. കുട്ടികളെ, നമുക്ക് പറയാനാകില്ല ആരിൽ നിന്നായിരിക്കും നമുക്ക് സ്നേഹവും സംരക്ഷണവും ലഭിക്കുന്നതെന്ന്. In this chapter, the writer Lilika Nakos tries to convey certain great ideas. അപ്പം ഈ കഥയിലൂടെ ലിലിക നാക്കോസ് കുറേ കാര്യങ്ങൾ അവരുടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. One is the real maternity. അതിലൊന്ന് യഥാർത്ഥ മാതൃത്വം, റിയൽ മെറ്റേണിറ്റി ആണ്. What we have seen from the Chinaman's wife. അതാണ് നമ്മൾ ചൈനാമാൻ്റെ വൈഫിൽ നിന്നും കണ്ടത്. Second one is the real brotherhood and love that we have seen there in the character of Mikhaili. അതുപോലെ രണ്ടാമത് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയത് റിയൽ ബ്രദർഹുഡ്, യഥാർത്ഥ സാഹോദര്യം, അതുപോലെ സ്നേഹവും. അത് നമ്മൾ മിക്കാലിയിലൂടെയാണ് കണ്ടത്. യഥാർത്ഥ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് മിഖാലി. Then the problems of refugees, universal brotherhood, etc. പിന്നെ അതിലെന്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്? അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ലോകം മൊത്തമുള്ള ബ്രദർഹുഡും. ലോകം മൊത്തമുള്ള സാഹോദര്യം, മറ്റേണിറ്റി. ഇപ്പോൾ ഈ കഥയിൽ എന്തൊക്കെയാണ് മെയിൻ തീം എന്നുള്ളതാണ് ഇവിടെ പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് മെറ്റേണിറ്റി, മാതൃത്വം. ഒരു സഹോദരൻ്റെ സ്നേഹം, ബ്രദർലി ലവ്. യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ലോകത്ത് മൊത്തത്തിലുള്ള ബ്രദർഹുഡിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളും.
My dear children, Mikhali is a divine symbol of real brotherhood. Now, may യഥാർത്ഥ സാഹോദര്യത്തിൻ്റെ ഒരു ദൈവികമായ പ്രതീകമാണ് മിഖാലി. I request you to prepare a character sketch of Mikhali. അപ്പം നിങ്ങളോട് മിഖാലിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് അധ്യാപകൻ പറയുന്നത്. Based on the given hints. ഈ ഹിൻസ് ഉപയോഗിച്ച് വേണം ഈ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഹിൻറ്റ്, ബോണ്ട് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ മിഖാലി ആൻഡ് ബ്രദർ. അപ്പോൾ മിഖാലിയും അവൻ്റെ കുഞ്ഞനുജനും തമ്മിലുള്ള ആ ഒരു സ്നേഹവും സാമീപ്യവും ഒക്കെ ബോണ്ടിങ്ങും ഒക്കെയാണ് നിങ്ങളതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ മിഖാലി അനുഭവിച്ച സഫറിങ്സ്, അവൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചല്ലേ, അതിനെപ്പറ്റി എഴുതണം. ഹെൽപ്ലെസ്നെസ്, അവന് നിസ്സഹായാവസ്ഥ, മിഖാലി ഒരുപാട് നിസ്സഹായ അവസ്ഥകളിലൂടെ കടന്നുപോയി അല്ലേ. ഫിസിക്കൽ റോബസ്റ്റ്, ഹെൽത്തി, 14-year-old. മിഖാലിയുടെ അവൻ്റെ വയസ്സിനാൽ കഴിയുന്ന കാര്യങ്ങളാണോ അവൻ ചെയ്തിരുന്നത്, അവന് ആരോഗ്യവാനായിരുന്നോ, അവന് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ആ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും നിങ്ങൾ ഉൾപ്പെടുത്തണം. അതായത് മിഖാലി എന്ന കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം. Here I have given you the importance of the character, the bond and affection between Mikhali and his younger brother, the physical features of Mikhali, like he's 14 years old. മിഖാലിയുടെ എന്താണ് ശാരീരിക ഘടന, അതായത് മിഖാലി 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്, Healthy, അവൻ ഹെൽത്തിയാണ്. robust, loneliness of Mikhali, അതല്ല മിഖാലി ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ, sufferings that Mikhali faced, etc. മിഖാലി അനുഭവിച്ച കഷ്ടതകളെല്ലാം. Use these hints and prepare a very good character sketch of Mikhali. അപ്പം നിങ്ങൾ ഈ ഹിൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് മിഖാലിയെ പറ്റി നല്ല ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടതാണ്. Okay, my dear children, I would like to give you one more assignment. Suppose Mikhali narrates his story to you. Attempt the അപ്പം നിങ്ങൾക്ക് ഓരോ അസൈൻമെൻറ്റും കൂടി ഉണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, മിഖാലി അവൻ്റെ കഥ നിങ്ങളോട് പറയുകയാണ്, നറേറ്റ് ചെയ്യുകയാണെന്ന്. likely narrative. അപ്പോൾ അത് എങ്ങനെയായിരിക്കും, അവൻ്റെ കഥ നിങ്ങളോട് പറയുന്നത്, ആ നറേറ്റീവ് നിങ്ങൾ എഴുതുക. അതായത് മിഖാലി നിങ്ങളോട് പറയുന്ന നറേറ്റീവ് നിങ്ങൾ എഴുതുക. In a narrative, whatever things should be there, അപ്പോൾ ഒരു നറേറ്റീവ് എഴുതുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? you have to develop the idea properly. There should be a അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല, ആ ഐഡിയ കറക്റ്റായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുക. proper beginning and ending. അതുപോലെ നറേറ്റീവ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർ ബിഗിനിങ്ങും വേണം, അതുപോലെ അവസാനിപ്പിക്കുമ്പം ഒരു പ്രോപ്പറായിട്ടുള്ള എൻഡിങ്ങും വേണം. അതായത് നല്ല രീതിയിൽ അതിനൊരു തുടക്കം വേണം. വെറുതെ ഒരു കാര്യം പറഞ്ഞത് തുടങ്ങേണ്ടത്, എങ്ങനെയാണോ തുടങ്ങേണ്ടത്, ഒരു നറേറ്റീവ് തുടങ്ങേണ്ടത് ആ രീതിയിൽ തുടങ്ങുക. അതുപോലെ അതിനൊരു കൺക്ലൂഷൻ കൊടുത്ത് തന്നെ അത് അവസാനിപ്പിക്കുക. You have to use apt words. അതുപോലെ ചേരുന്ന വാക്കുകളെല്ലാം യൂസ് ചെയ്യുക. There should be a flow of sentences sequentially. After writing all these, don't forget to give a proper title. Then ഇതെല്ലാം എഴുതിയതിന് ശേഷം ഒരു ഉചിതമായ ശീർഷകം കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. it will be a very good narrative. അപ്പോഴതൊരു നല്ല നറേറ്റീവായി മാറും. Write it in your notebook and surely you have to submit it to your teacher. My dear children, അപ്പോൾ എല്ലാവരും അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനലിലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.